12ാം ക്ലാസ് കഴിഞ്ഞ തിരുവനന്തപുരംകാരിയായ രേവതി സമ്പത്തി എന്ന പെൺകുട്ടിക്ക് സിനിമയിലേക്ക് ഒരു അവസരം ലഭിക്കുന്നു. അവൾ സന്തോഷത്തോടെ അവിടെ ചെന്ന് കയറുന്നു. എന്നാൽ പിന്നീട് അവിടെ നടന്നത് മലയാളികളെ അടക്കം ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾ ആയിരുന്നു. 2018 പരാതി കൊടുത്തിട്ടും ആരും അനങ്ങിയില്ല. അമ്മ എന്ന സംഘടനയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന പവർ ഗ്രൂപ്പ് അത് മറച്ചുവെച്ചു. എന്തിനു വേണ്ടിയാണ് മറച്ചുവെച്ചത്? ആരെയൊക്കെയാണ് സംരക്ഷിക്കുന്നത്? വർഷങ്ങൾക്ക് ശേഷം സിനിമയിലെ വമ്പന്മാരെ കുരുക്കിക്കൊണ്ട് പുറത്തു വന്ന ഈ സത്യം വിളിച്ചു പറയുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ആരൊക്കെയോ എപ്പോഴൊക്കെയോ തമാശയ്ക്ക് പറഞ്ഞ ഒരു കാര്യം. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്നത് ആദ്യം ഈ പോസ്റ്റ് ഒന്ന് കാണാം. 2023 മാർച്ച് 22 രേവതി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കുറിപ്പാണ്. ദയാബായി പറഞ്ഞതുപോലെ ഹോപ്പ്ലെസ് സ്ഥലമാണ് എനിക്ക് കേരളം. ഇവിടെ മരിച്ചാൽ മാത്രമേ സ്പോർട്സ് സിസ്റ്റവും അനങ്ങത്തുള്ളൂ. കുലീനയായ സ്ത്രീ ഒരു തവണയെ പീഡിപ്പിക്കപ്പെടൂ എന്ന മൂഢ വികാരമാണ് പലർക്കും. സ്ത്രീ സംഘടനകളും പുരോഗമനം വിളമ്പുന്നവരും സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന പ്രഹസനം അഴിച്ചുവിടുന്ന സർക്കാരടക്കം എല്ലാവരും വെറും നാടകങ്ങൾ മാത്രം. നീതി കിട്ടാത്ത നെറികെട്ട ഇടം ആണിത്. ഇതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഈ പോസ്റ്റിൽ ഒരുപാട് ആശയങ്ങളും ഉണ്ട്. ഇന്ന് ഈ വാർത്ത പുറത്തു വരുമ്പോൾ ചിന്തിക്കേണ്ടതും അത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ എല്ലാ ചാനലുകളും ഈ ഒരു വാർത്തയാണ് നൽകുന്നത്. ഇവിടെ എനിക്ക് ഒരു ചോദ്യമുണ്ട്. ഈ വാർത്തയ്ക്ക് മുകളിൽ മറ്റൊരു വാർത്ത വരുമ്പോൾ ഇത് മറന്നു പോകുമോ എന്നാണ് എൻ്റെ പേടി. കഴിഞ്ഞ ഒരു മാസം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, കേരളക്കരയെ മരവിപ്പിച്ച 2 വാർത്തകൾ ഉണ്ടായിരുന്നു. അർജുൻ മിഷൻ, വയനാട് ദുരന്തം. ഇന്ന് ആ ന്യൂസിൻ്റെ ഒരു പൊടി പോലുമില്ല. എന്തായി അതിൻ്റെ അവസ്ഥ എന്ന് പോലും ആർക്കും അറിയില്ല. എന്നാൽ ഇതിനെല്ലാം ഉത്തരം സർക്കാർ നൽകണം. മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഇതിൽ പങ്കുണ്ടോ എന്നതാണ് മറ്റൊരു സംശയം. ഇപ്പോൾ സിനിമയിലെ പല താരങ്ങളും പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. അവർക്കുണ്ടായ ദുരഭിമാനവും പങ്കുവെക്കുന്നുണ്ട്. പണ്ട് മലയാളികളുടെ പ്രിയ നടി രേവതി ഒരു പരാതി കൊടുത്തിരുന്നു. അന്നത് വലിയ ചർച്ചയായെങ്കിലും എങ്ങും എത്താത്ത അവസ്ഥയിൽ ആയിപ്പോയി. ഇപ്പോൾ നടൻ മുകേഷിനും റിയാസ് ഖാനും സിദ്ദീഖിനുമെതിരെയുമെല്ലാം വാർത്തകൾ ഉയരുമ്പോൾ ഇനിയും സിനിമാ ലോകത്ത് നിന്ന് ഒരുപാട് പേർക്ക് ഇതിൽ പങ്കുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അവർക്കെതിരെ പരാതി വരുമെന്നതിൽ സംശയമില്ല. അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ആളുകളും തനിക്ക് പറ്റിയ മോശം അവസ്ഥ പറഞ്ഞ് രംഗത്തെത്തുമ്പോൾ ഇനിയും മലയാള ലോകത്തെ മറച്ചുവെക്കുന്ന പല കാര്യങ്ങളും പുറത്തു വരും. അതാണ് ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നതും പേടിക്കുന്നതുമെല്ലാം. എന്നാൽ ഇവിടെ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, ആരൊക്കെയാണ് സംരക്ഷിക്കാൻ നോക്കുന്നത്? ഇന്ന് അമ്മ സംഘടനയിൽ നിന്ന് സിദ്ദിഖ് രാജിവെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ രഞ്ജിത്തും രാജിവെച്ചിരിക്കുന്നു. ഇവർ ഈ ഒരു രാജിവെച്ചത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് മുൻകൂട്ടി ചോദിക്കേണ്ടത്. കാരണം സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിലവിൽ അമ്മ സംഘടനയുടെ സെക്രട്ടറി ആയിരുന്നു. മുൻകൂട്ടിയുള്ള രാജി ഒരു മാപ്പപേക്ഷയോ അല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഈ രാജി ഏത് തരത്തിലാണ് എടുക്കേണ്ടത്? എന്തു തന്നെയായാലും ഇനിയും ഓരോരുത്തരും ഓരോ പരാതികളുമായിട്ട് വരുമ്പോഴും മലയാള സിനിമയിലെ പല വമ്പന്മാരും തലകീഴായി വീഴുമെന്നതിൽ സംശയമില്ല. അതുതന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇതെല്ലാം നടക്കുമ്പോഴും സർക്കാർ ഇവിടെ മൗനം പാലിക്കുകയാണ്. ഇവർക്ക് എന്ത് നീതിയാണ് കിട്ടുന്നത്? അല്ലെങ്കിൽ എന്ത് നീതിയാണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്?